നമസ്കാരം. ആലപ്പുഴയിൽ സ്കൂൾ കെട്ടിടത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനത്തിൽ നിന്ന് തൻ്റെ പേര് ഒഴിവാക്കിയതിനെതിരെ മുൻമന്ത്രി ജി സുധാകരൻ ഫേസ്ബുക്ക് കുറിപ്പുമായി രംഗത്തെത്തി. ആലപ്പുഴ പറവൂർ GHSS കെട്ടിടത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനത്തിൽ നിന്ന് തൻ്റെ പേര് ഒഴിവാക്കിയതിനെതിരെയാണ് ഇപ്പോൾ ജി സുധാകരൻ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത്. പദ്ധതിക്കായി 3.9 കോടി അനുവദിച്ചത് തൻ്റെ കാലത്താണെന്ന് സുധാകരൻ പറയുന്നു. നേരത്തെ അനുവദിച്ച വികസനം ഇപ്പോഴാണ് അനുവദിക്കുന്നത് എന്ന തോന്നൽ സർക്കാരിന് ദോഷം ചെയ്യുമെന്നും സുധാകരൻ വിമർശിച്ചു. ജി സുധാകരൻ്റെ കുറിപ്പ് പുന്നപ്രയിലുള്ള പറവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ മുന്നേറ്റത്തിനു വേണ്ടി കേരള സർക്കാർ അനുവദിച്ച 3,90,00,000 രൂപ ഉപയോഗിച്ചുള്ള പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണം അടുത്ത ദിവസം കൊണ്ട് ആരംഭിക്കുകയാണ്. കഴിഞ്ഞ സർക്കാരിൽ, അതായത് ഒന്നാം പിണറായി സർക്കാരിൽ ഇവിടുത്തെ MLA ആയിരുന്ന ഞാൻ മുൻകൈയെടുത്ത് ഏതാനും ഹൈസ്കൂളുകൾക്കും ഹയർ സെക്കൻഡറി സ്കൂളുകൾക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഏതാനും കോടി രൂപ അനുവദിക്കുകയുണ്ടായി. അമ്പലപ്പുഴ മോഡൽ സ്കൂളിൽ 6 കോടി രൂപ മുടക്കി കെട്ടിടം നിർമ്മിച്ച് ഉദ്ഘാടനം ചെയ്തു. പുറക്കാട് നാൽച്ചിറ സ്കൂളിന് 3 കോടി രൂപ അനുവദിച്ചു. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് കക്കാഴം ഗവൺമെൻറ് സ്കൂളിന് 3,50,00,000 1 കോടി രൂപ അമ്പലപ്പുഴ കുഞ്ചുപിള്ള സ്മാരക ഹൈസ്കൂളിനും അനുവദിച്ചു. 3,90,00,000 രൂപ പറവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് അനുവദിച്ചു. അത് മുടക്കി നിർമ്മിക്കുന്ന കെട്ടിടത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നാളെ നടക്കുന്നു. ഫണ്ട് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇവിടെ നിയമസഭാംഗവും മന്ത്രിയുമായിരുന്ന ഞാൻ നിർദ്ദേശിച്ചു അനുവദിച്ചതാണ് എന്ന് ഇതിൻ്റെ പ്രോഗ്രാമിൽ ചേർക്കേണ്ടത് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പളും ഹെഡ് മിസ്ട്രസും PTA പ്രസിഡന്റുമാണ്. ഇപ്പോഴത്തെ ജനപ്രതിനിധികൾ അത് ചൂണ്ടിക്കാണിക്കേണ്ടതാണ്. അതുണ്ടായില്ല. ഇന്നത്തെ ജനപ്രതിനിധികളുടെ പ്രവർത്തനങ്ങൾ അവർ മാറി പുതിയ ആളുകൾ നാളെ വരുമ്പോൾ ഇത് ആവർത്തിക്കാനിടയുണ്ട്. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അത് ഭരണപരമായൊരു കുറവ് തന്നെയാണ്. കഴിഞ്ഞ കാലത്ത് അനുവദിക്കപ്പെട്ട വികസനം കാലം മാറ്റി ഇപ്പോഴാണ് അനുവദിക്കുന്നത് എന്ന തോന്നൽ ഉളവാക്കുന്നത് സർക്കാരിന് ദോഷകരമാണ്. ഇത് അമ്പലപ്പുഴയിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബന്ധപ്പെട്ടവർ അത് തിരുത്തുന്നത് നന്നായിരിക്കും. ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് സമഗ്രമായ അടിസ്ഥാന സൗകര്യ വികസനങ്ങളാണ് കഴിഞ്ഞ 5 വർഷം നടന്നത്. സ്കൂളുകൾ ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്. പറവൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ അമ്പലപ്പുഴ, പുറക്കാട് നാലിച്ചിറ ഹൈസ്കൂൾ, കുഞ്ചുപിള്ള സ്മാരക സ്കൂൾ, കക്കാഴം സ്കൂൾ എന്നിവയാണ്. 2020-21 കാലയളവിൽ 17 കോടിയിൽ പരം രൂപ മുടക്കിയാണ് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത്. നിർമ്മാണത്തിന് വിജയാശംസകൾ നേർന്നുകൊണ്ടാണ് സുധാകരൻ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ വിഭാഗീയതയുടെ ഒരു മുഖമാണോ ഇവിടെ പുറത്തു വരുന്നത്? അല്ലെങ്കിൽ ഇത്തരത്തിൽ അതൃപ്തി എന്തുകൊണ്ടാണ് ജി സുധാകരൻ ഉണ്ടായത്? അദ്ദേഹം മുൻകൈയെടുത്ത് 3,90,00,000 രൂപ ഈ പറവൂർ സ്കൂളിന് അനുവദിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പേരോ മറ്റ് കാര്യങ്ങളോ ഒന്നും പരാമർശിക്കാതെ, അദ്ദേഹത്തെ ഈ ഒരു ചടങ്ങിലേക്ക് ക്ഷണിക്കാനുള്ള മാന്യത പോലും കാണിക്കാതെ ഇവിടെ CPMൻ്റെ വിഭാഗീയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തുന്ന ചില ഇടപാടുകളുടെ ഒരു പരിണിത ഫലമാണ് ഈ ഒരു നടപടി, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത് എന്ന് വേണമെങ്കിൽ വിലയിരുത്താം. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിനു മുൻപും പല പരിപാടികളിൽ നിന്ന് സുധാകരനെ ഒഴിവാക്കുന്ന രീതിയിലേക്ക് വന്നിരുന്നു. അദ്ദേഹം പല ക്ഷണിക്കപ്പെട്ട സദസ്സിലും അദ്ദേഹം എത്തിയിരുന്നില്ല. അദ്ദേഹത്തെ ക്ഷണിക്കാതിരിക്കാൻ വേണ്ട നടപടികൾ എടുക്കണം എന്ന് ചില ആളുകൾ നിർദ്ദേശം നൽകിയതായുള്ള വാർത്തകളുണ്ടായിരുന്നു. ഇത്തരത്തിൽ ജി സുധാകരനെ ഏതാണ്ട് സമ്പൂർണ്ണമായി തന്നെ ഈ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടുള്ള ചില തീരുമാനങ്ങളാണ് ആലപ്പുഴ ജില്ലയിൽ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്നത്. മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെട്ട ഒരു ടീമാണിപ്പോൾ ആലപ്പുഴയിലെ കാര്യങ്ങൾ നോക്കുന്നത്. അവരും സുധാകരനുമായിട്ടുള്ള ചില വിഭാഗീയ പ്രവർത്തനങ്ങൾ, ഇതിനു മുൻപ് സുധാകരനെതിരെ അവിടെ അമ്പലപ്പുഴയിൽ സലാമിൻ്റെ പ്രചരണ പരിപാടിക്ക് പങ്കെടുത്തില്ല എന്ന തരത്തിൽ അദ്ദേഹത്തിനെതിരെ ആരോപണവും നടപടിയുമൊക്കെ എടുക്കാൻ തുടങ്ങിയതാണ്. പിന്നീട് അദ്ദേഹം 56 ഇടങ്ങളിൽ ഈ അമ്പലപ്പുഴ സ്ഥാനാർത്ഥിക്ക് വേണ്ടി സലാമിന് വേണ്ടി പ്രവർത്തിച്ചു എന്ന് പറഞ്ഞു. അതിൻ്റെ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ മുഖ്യമന്ത്രി വരെ നേരിട്ട് ഇടപെട്ടു ഈ വിഷയത്തിൽ. അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. എന്നാലും ഇപ്പോഴും സുധാകരനെ ഒഴിവാക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേര് പലയിടത്തും പരാമർശിക്കുന്നില്ല. അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ പരാമർശിക്കാൻ പോലും, അതിൽ നോട്ടീസിൽ ഒന്ന് പേര് വയ്ക്കാൻ പോലുമുള്ള മടി കാണിക്കുന്നു. ഇതൊക്കെ ആരുടെ കളികളാണ് എന്നുള്ള ഒരു പരോക്ഷമായ ചോദ്യമാണ് ഉയരുന്നത്. മാത്രമല്ല, തിരുത്തുന്നതാണ് നല്ലത് എന്ന ഒരു മുന്നറിയിപ്പ് കൂടി ജി സുധാകരൻ നൽകുന്നുണ്ട് ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ.